മലയാളികൾക്കുൾപ്പെടെ തെന്നിന്ത്യൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ താരമാണ് സുഹാസിനി മണിരത്നം. തന്റെ മകൻ നന്ദൻ മണിരത്നത്തെ കുറിച്ച് സുഹാസിനി പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ മകൻ കാൾ മാർക്സിന്റെ മൂലധനം വായിക്കുകയും അതിനെപ്പറ്റി പഠിക്കുകയും ചെയ്തിരുന്നുവെന്ന് സുഹാസിനി പറഞ്ഞു. മൂലധനം പഠിച്ചു തീർത്തപ്പോൾ അവന്റെ വയസ്സ് വെറും 12 ആയിരുന്നുവെന്നും കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കളിൽ നിന്നാണ് തന്റെ മകൻ രാഷ്ട്രീയത്തെക്കുറിച്ച് അറിഞ്ഞതും പഠിച്ചതുമെന്നും സുഹാസിനി പറയുന്നു. കണ്ണൂരിൽ ഹാപ്പിനെസ് ഫെസ്റ്റിവൽ വേദിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു തന്റെ മകൻ നന്ദൻ മണിരത്നത്തെ കുറിച്ച് സുഹാസിനി വാചാലയായത്. താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മറ്റു കുട്ടികളെ പോലെ ആയിരുന്നില്ല നന്ദൻ. സ്കൂളിൽ നിന്ന് വന്നാൽ ബാഗൊക്കെ വലിച്ചെറിഞ്ഞ ശേഷം TV കാണും. പക്ഷേ കാണുന്നത് എന്തെങ്കിലും കാർട്ടൂണൊന്നുമല്ല, പാർലമെന്റ് ചാനലാണ്. സാധാരണ കുട്ടികൾ കോമിക്കും കാർട്ടൂണും സൂപ്പർമാൻ സീരീസും ഒക്കെ കാണുമ്പോഴാണ് മകൻ നന്ദൻ ഈ ചാനൽ കാണുന്നത്. പാർലമെന്റ് ചാനലിൽ രാഷ്ട്രീയക്കാർ തമ്മിലുള്ള പോരാട്ടമാണ് മകൻ കാണുന്നതെന്നും അതവന് സാധാരണ കാഴ്ചയാണെന്നും സുഹാസിനി പറയുന്നു. ഇങ്ങനെയൊരു കുട്ടിക്കാണല്ലോ താൻ ജന്മം നൽകിയതെന്നൊക്കെ അന്ന് താൻ ആലോചിച്ചിട്ടുണ്ടെന്നും സുഹാസിനി കൂട്ടിച്ചേർത്തു. പതിയെ പതിയെ നന്ദൻ ഫിലോസഫിക്കൽ പൊളിറ്റിക്കൽ പുസ്തകങ്ങളെല്ലാം പഠിക്കാൻ തുടങ്ങി. ദസ് ക്യാപിറ്റൽ പഠിച്ചപ്പോൾ നന്ദന് വെറും 12 വയസ്സായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ചെന്നൈയിലുള്ള ടി നഗറിലെ CPIM പാർട്ടി ഓഫീസിലേക്ക് നന്ദൻ പോയി എന്നും സുഹാസിനി ഓർക്കുന്നു. അന്ന് അവിടെ കയറാനുള്ള നന്ദന്റെ വിസിറ്റിംഗ് കാർഡ് ദസ് ക്യാപിറ്റൽ ആയിരുന്നു. അത് കയ്യിൽ കണ്ടപ്പോൾ തന്നെ അവർ പെട്ടെന്ന് നന്ദനോട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. അതാണ് പാർട്ടിയുടെ ക്വാളിറ്റി എന്നും സുഹാസിനി പറയുന്നു. അവർ പേരെന്താണെന്നോ നീ എവിടെ നിന്ന് വരുന്നു എന്നോ ഒന്നും ചോദിച്ചില്ല. നിനക്ക് എന്താ വേണ്ടതെന്നും ചോദിച്ചില്ല. പകരം വന്ന് ഭക്ഷണം കഴിക്കുന്നു മാത്രമേ പറഞ്ഞുള്ളൂ. ഭക്ഷണം കഴിഞ്ഞ ശേഷം നന്ദനോട് എന്താണ് നിന്റെ പേരെന്നും അച്ഛന്റെ പേരെന്തെന്നുമെല്ലാം അവർ ചോദിച്ചു. നന്ദൻ അച്ഛന്റെ പേര് എന്താണെന്ന ചോദ്യത്തിന് സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞു. മണിരത്നം എന്ന പേര് പറഞ്ഞില്ല. ഗോപാലരത്ന സുബ്രഹ്മണ്യം എന്നാണ് മണിരത്നത്തിന്റെ യഥാർത്ഥ പേര്. പക്ഷേ അമ്മയുടെ പേര് ചോദിച്ചപ്പോൾ അവന് കള്ളം പറയാൻ കഴിഞ്ഞില്ല എന്നും സുഹാസിനി എന്ന അമ്മയുടെ പേര് പറഞ്ഞപ്പോൾ അവർ അത്ഭുതത്തോടെ സുഹാസിനി മണിരത്നത്തിന്റെ മകനാണോ എന്ന് ചോദിച്ചുവെന്നും താരം പറയുന്നു. അപ്പോഴവർ മാതാപിതാക്കൾക്ക് അറിയുമോ അവിടെ വന്നതെന്ന് ചോദിച്ചു. അതിന് മറുപടിയായി അവർ എന്തിനാണ് ഇതൊക്കെ അറിയുന്നതെന്നും ഇത് തന്റെ തീരുമാനമല്ലേ എന്നുമാണ് നന്ദൻ മറുപടി നൽകിയത്. അതാണ് നന്ദനെന്നും അവൻ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത് അങ്ങനെയാണെന്നും സുഹാസിനി പറയുന്നു. നന്ദൻ പഠിച്ചതെല്ലാം പുസ്തകങ്ങളിലൂടെയും CPIMലൂടെയുമാണ്. അവൻ പഠിച്ചത് കേരളത്തിലുള്ള നേതാക്കളിലൂടെയാണ്. ഗോവിന്ദ മാസ്റ്റർ അടക്കമുള്ളവർ അവന്റെ ഗുരുവാണ്. CPIMകാരിൽ ഒരാളാണ് തന്റെ മകൻ എന്നത് തന്നെയും സന്തോഷപ്പെടുത്തുന്നുണ്ട് എന്നും സുഹാസിനി പറഞ്ഞു. കണ്ണൂരിൽ നടക്കുന്ന ഹാപ്പിനെസ് ഫിലിം ഫെസ്റ്റിവലിന്റെ വേദിയിൽ വെച്ചായിരുന്നു സുഹാസിനി മകൻ നന്ദനെ കുറിച്ച് സംസാരിച്ചത്. യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡിൽ നിന്നും തിയോളജിയിൽ PhD കരസ്ഥമാക്കിയ നന്ദൻ മണിരത്നം ഇപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥി കൂടിയാണ്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.